ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ലേൺ വിത്ത് ലാമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് +1 +2ൻ്റെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇത് കൂടാതെ 8, 9, 10 CBSE ക്ലാസ്സുകളും സയൻസ് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മുടെ ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡൻറ്റും മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അവിൽ പക്കീർ ജൈനുലുബ്ദീൻ അബ്ദുൽ കലാം എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡോക്ടർ APJ അബ്ദുൽ കലാം, the former President of India, is a distinguished scientist well known for his significant contribution to the field of space research. നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം കൂടുതലും അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സമഗ്രമായ സംഭാവന ബഹിരാകാശ ഗവേഷണ മേഖലയിലായിരുന്നു. His vision is to transform India into a developed nation by 2020. 2020 കൂടി നമ്മുടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായിട്ടുള്ള ഇന്ത്യ 2020 എന്ന് പറഞ്ഞ ബുക്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. He was born on 15 October 1931 at രാമേശ്വരം in തമിഴ്നാട്. ക്ഷേത്രങ്ങൾക്ക് വളരെ പേരുകേട്ട തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 ഒക്ടോബർ 15 അദ്ദേഹം ജനിച്ചത്. ഹി സ്പെഷ്യലൈസ്ഡ് ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം ദ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഹി ബിക്കേം പ്രൊഫസർ ഓഫ് ടെക്നോളജി ആൻഡ് സൊസൈറ്റൽ ട്രാൻസ്ഫോർമേഷൻ അറ്റ് അണ്ണ യൂണിവേഴ്സിറ്റി ആൻഡ് വാസ് ഇൻവോൾവ് ഇൻ ടീച്ചിങ് ആൻഡ് റിസർച്ച്. അദ്ദേഹം ഏറ്റവും പ്രാവീണ്യം നേടിയത് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലാണ്. അണ്ണ യൂണിവേഴ്സിറ്റിയിലെ ടെക്നോളജി ആൻഡ് സൊസൈറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ അദ്ദേഹം പ്രൊഫസറായിട്ട് ചുമതലയേറ്റു. അതുപോലെ തന്നെ ടീച്ചിങ്ങിലും റിസർച്ചിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കൂടുതലും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും വളരെ പ്രചോദനം നൽകുന്നവയാണ്. ഒരു സ്പീച്ച് അദ്ദേഹം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹൈദരാബാദിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്യുകയുണ്ടായി. ആ സ്പീച്ചിൻ്റെ ഒരു അഡാപ്റ്റഡ് വേർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് ഐ വിൽ ഫ്ലൈ. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടോടു കൂടിയാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. I wish upon a star makes no difference who I am. Anything my heart desires will come to me. എപ്പോഴാണോ ഞാൻ ഒരു സ്റ്റാറിനെ നോക്കി വിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിഷിങ് അപ്പോൺ എ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡ്രീം ചെയ്യുക. അപ്പോൾ എപ്പോഴാണോ ഞാൻ ഡ്രീം ചെയ്യുന്നത്, മേക്സ് നോ ഡിഫറൻസ് ഹൂ ഐ ആം, ഞാൻ ആരാണോ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും, അതിനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല. എനിത്തിങ് മൈ ഹാർട്ട് ഡിസയർസ് വിൽ കം ടു മീ. എൻ്റെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായും എന്നിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്? അതായത് ഞാനിപ്പം ഒരുപാട് സ്വപ്നം കണ്ടു എന്ന് വിചാരിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ എപ്പോഴാണോ എൻ്റെ മനസ്സത് തീവ്രമായി ആഗ്രഹിക്കുന്നത് അപ്പോഴാണത് എന്നിലേക്ക് എത്തുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ വെറുതെ ആലോചിച്ചിരിക്കുക മാത്രമല്ല, നമ്മളെന്താണ് അത് തീവ്രമായി ആഗ്രഹിക്കണം. നമ്മുടെ മനസ്സ് അത് തീവ്രമായിട്ടാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. Dear friends, I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. പ്രിയ കൂട്ടുകാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് ഇൻ ദ പാസ്റ്റ്. അപ്പം ഞാൻ തിരിച്ചറിയുന്ന കാര്യം ഇതാണ്, എങ്ങനെയാണ് മുൻകാല യുവാക്കളുടെ സംഭാവന ഹാവ് കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ വേൾഡ് ഓഫ് ടുഡേ ഇൻ മെനി ഫീൽഡ്സ്. അപ്പം വിവിധ മേഖലകളിലായിട്ട് ഇന്ന് കാണുന്ന ഈ ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നേ ജീവിച്ച് മരിച്ചുപോയ ആൾക്കാരുണ്ടല്ലോ, അവരെങ്ങനെയാണ് ലോകം ഇങ്ങനെയാക്കാൻ വേണ്ടി സംഭാവന ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത്. I would like to assert that no youth today needs to fear about the future.
അപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഒരു യുവാക്കളും ഭാവിയെപ്പറ്റി ഓർത്ത് പേടിക്കേണ്ടതായിട്ടില്ല. വൈ? എന്നിട്ട് അദ്ദേഹം തന്നെ ചോദിക്കുകയാണ് എന്തുകൊണ്ട്. അപ്പം എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇനി പറയുന്നത്. ഇനി പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി വരാൻ പോകുന്ന തലമുറ ഒരു കാരണവശാലും ഭാവിയെപ്പറ്റി ഓർത്ത് പേടിക്കേണ്ടതായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദി എർത്ത്, അണ്ടർ ദി എർത്ത് ആൻഡ് എബവ് ദി എർത്ത്. യുവാക്കളുടെ കത്തി ജ്വലിക്കുന്ന മനസ്സുണ്ടല്ലോ, അതാണ് ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ്. അതായത് ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും ശക്തമായ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? യുവാക്കളിലുള്ള കത്തി ജ്വലിക്കുന്ന മനസ്സാണ്. അത് ഭൂമിയിൽ മാത്രമല്ല, അണ്ടർ ദി എർത്ത് ആൻഡ് എബവ് ദി എർത്ത്, ഭൂമിയുടെ താഴെയായിട്ടും ഭൂമിക്ക് മുകളിലായിട്ടും ഈ പറഞ്ഞ കാര്യമുണ്ട്. എന്ന് പറയുമ്പം ഭൂമിയിൽ എല്ലായിടത്തും, എവ്രിവെയർ ഓൺ ദ എർത്ത് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും കാണുന്ന ഈ യൂത്തിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡാണെന്ത്? നമ്മുടെ ഭൂമിയിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യേണ്ട? ഫ്യൂച്ചറിനെ പറ്റി ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദി ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. അപ്പോൾ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ്: പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് ഐ ആം ബോൺ വിത്ത് വിങ്സ്, ഞാൻ ചിറകുകളാൽ ജനിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത്രയും പറഞ്ഞത് ഇൻട്രൊഡക്ഷനാണ്. ഇപ്പോൾ ഒരു സ്പീച്ചിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ടാണ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. Last year, I went to a village to inaugurate a program called Shastrayan, which means the propagation of science. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ എവിടെ പോയി? I went to a village. ഞാനൊരു ഗ്രാമത്തിലേക്ക് പോയി. എന്തിനു വേണ്ടിയാണ്? To inaugurate a program called Shastrayan. അപ്പോൾ ശാസ്ത്രയാൻ എന്നു പേരുള്ള ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. അപ്പോൾ ശാസ്ത്രയാൻ എന്നുള്ള വേർഡിൻ്റെ മീനിങ് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ പ്രചരണം. പ്രൊപ്പഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്പ്രെഡ് എന്നുള്ള മീനിങ് ആണ്, പ്രചരിപ്പിക്കുക. ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ടു എൻഷുർ ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ് towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. ഇനി ഈ ശാസ്ത്രയാൻ എന്ന് പറഞ്ഞ പരിപാടിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണ്ടേ? അതെന്തായിരുന്നു? വാസ് ടു എൻഷുർ ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ്. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 2000-ലധികം കുട്ടികളെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. എന്തിനു വേണ്ടി? ടുവേർഡ്സ് മേക്കിംഗ് ദം എലിജിബിൾ ടു ബി എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. അപ്പോൾ ഇതുപോലുള്ള ഉന്നത മേഖലകളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് അവരെ യോഗ്യരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു ശാസ്ത്രയാൻ എന്ന് പറയുന്നത്. അതായത് ഏകദേശം വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 2000-ലധികം കുട്ടികളെയായിരുന്നു ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. This action would in turn empower about 2000 families of the village. അപ്പോൾ ഈ പരിപാടി നടക്കുന്നതിലൂടെ ഏകദേശം ആ ഗ്രാമത്തിലെ 2000-ലധികം ഫാമിലീസ് എന്ത് ചെയ്യും? ശാക്തീകരണം നേടുകയാണ് ചെയ്യുന്നത്. My inaugural address to a mixed audience consisting of 5,000 students and their family members was on the topic Science Empowers the Nation. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിക്സഡ് ഓഡിയൻസിന് മുന്നിലുള്ള എൻ്റെ ഉദ്ഘാടന പ്രസംഗം എന്ന് പറയുന്നത്, അതായത് അവിടെ ഉണ്ടായിരുന്ന മിക്സഡ് ഓഡിയൻസ് ആരൊക്കെയാണ്? കൺസിസ്റ്റിംഗ് ഓഫ് 5,000 സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഏകദേശം 5000-ലധികം കുട്ടികളും അവരുടെ ഫാമിലി മെമ്പേഴ്സും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മുന്നിലുള്ള എൻ്റെ ഉദ്ഘാടന പ്രസംഗം, അതിൻ്റെ ടോപ്പിക് എന്തുവായിരുന്നു? വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് നേഷൻ. ശാസ്ത്രം നമ്മുടെ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന ടോപ്പിക്കിലായിരുന്നു അദ്ദേഹം അന്ന് അവിടെ സ്പീച്ച് നടത്തിയത്. ആഫ്റ്റർ മൈ അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വെയർ റേസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് 100 കണക്കിന് കൈകളാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഉയർന്നത്.
Due to the limited availability of time, I selected 12 students at random from the last row to the first to ask questions. പക്ഷേ ഈ 100 പേരുടെയും ചോദ്യങ്ങൾ കേട്ടിട്ട് അതിന് മറുപടി കൊടുക്കാനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടൈം വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വളരെ പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്നുമായിട്ട് ഒരു 12 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തു. എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഏകദേശം ലാസ്റ്റ് റോ മുതൽ ഫസ്റ്റ് റോ വരെയുള്ള 12 പേരെ ഞാൻ അവിടുന്ന് ഇവിടുന്നുമായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. I would like to share with you one question of great concern which was asked by a student. അന്നത്തെ ആ പ്രോഗ്രാമിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ച വളരെ ആശങ്ക നിറഞ്ഞ ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. The question was from a teenager who had come from a far away village. അപ്പോൾ വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ടീനേജർ ആയിരുന്നു എന്നോട് ആ ചോദ്യം ചോദിച്ചത്. He was nervous and a typical representative of the youth of India. അവൻ വളരെ പേടിച്ചാണ് കാണപ്പെട്ടത്. അതുപോലെ തന്നെ ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലുള്ള സാധാരണ യുവാക്കളുടെ ഒരു പ്രതിനിധി കൂടിയായിരുന്നു ആ കുട്ടി. ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്. അങ്ങനെ ആ കുട്ടി സംസാരിച്ചു തുടങ്ങി. ആ കുട്ടി ചോദ്യം ചോദിച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം നമ്മളോട് അത് പറയുന്നത്. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. സർ, എനിക്കറിയില്ല എന്താണ് ചോദിക്കേണ്ടത്. ഐ ആം നെർവസ്. ഞാൻ വളരെ പേടിച്ചിരിക്കുകയാണ്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. ഞാൻ ഇതുവരെ എൻ്റെ ക്ലാസ്സിൽ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ് ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻ എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് വേണമെന്നുണ്ട്. പക്ഷേ ഇത്രയും നാളായിട്ട് ഞാൻ പഠിക്കുകയല്ലേ, ഇത്രയും വർഷമായിട്ട് ഞാൻ പഠിക്കുകയാണ്, എന്നിട്ട് പോലും എൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്നും എനിക്ക് കോൺഫിഡൻസ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഐ ആം അഫ്രേഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പേടിയാണ്. ഐ ആം അഫ്രേഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്. എനിക്ക് എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാനും പേടിയാണ്. വെനെവർ ഐ ടോക്ക്, എപ്പോഴാണോ ഞാൻ സംസാരിക്കുന്നത്, ഐ കമ്പയർ മൈസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഇലഗൻറ്റ് ഡ്രസ്. എപ്പോഴാണോ ഞാൻ സംസാരിക്കുന്നത്, ഞാനപ്പോൾ എന്ത് ചെയ്യും, ഞാൻ മറ്റുള്ള കുട്ടികളുമായിട്ട് എന്നെ കമ്പയർ ചെയ്യും. അവരുടെ വസ്ത്രധാരണവുമായിട്ടൊക്കെ ഞാൻ എന്ത് ചെയ്യും, എന്നെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലീസ് ടെൽ മീ, ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. സർ, എനിക്ക് പറഞ്ഞു തരൂ, എനിക്ക് മറൈൻ എഞ്ചിനീയർ ആകാനാണ് ആഗ്രഹം. ഐ വോണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. എനിക്ക് ഷിപ്പിൽ യാത്ര ചെയ്യണം എന്നുണ്ട്. ഐ വോണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് ആ ഷിപ്പിലെ ക്യാപ്റ്റൻ ആകണം. ഐ വോണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. ആ ഷിപ്പിൻ്റെ എൻജിൻ എനിക്ക് പണിയണമെന്നുണ്ട്. ഷാൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് സർ. എന്നെക്കൊണ്ട് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ സർ? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ. എനിക്ക് എങ്ങനെയാണ് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്? വാട്ട് ഷുഡ് ഐ ഡു. ഞാൻ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അന്ന് ആ കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചത്. വെൻ ദ ബോയ് കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ, the entire audience and the dignitaries on the dais, including the chief minister, were looking at me wondering what Kalam was going to say to the sincere question of a young village boy. എപ്പോഴാണോ അവൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞത്, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പ്രേക്ഷകരും അതുപോലെ തന്നെ ആ വേദിയിലുണ്ടായിരുന്ന വിശിഷ്ടാതിഥികളും ആരൊക്കെ ഉണ്ടായിരുന്നു, ചീഫ് മിനിസ്റ്റർ വരെ ആ വേദിയിലുണ്ടായിരുന്നു. were looking at me wondering what Kalam was going to say to the sincere question of a young village boy. അപ്പോൾ ഈ പറഞ്ഞവരെല്ലാം എന്നെ വളരെ അതിശയത്തോടെയാണ് നോക്കിയത്. കാര്യം എന്താ, വാട്ട് കലാം വാസ് ഗോയിങ് ടു സേ ടു ദ സിൻസിയർ ക്വസ്റ്റ്യൻ ഓഫ് എ യങ് വില്ലേജ് ബോയ്. ആരാണ് ഈ ചോദ്യം ചോദിച്ചത്? ഒരു സാധാരണക്കാരനായ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ നിഷ്കളങ്കമായ അല്ലെങ്കിൽ വളരെ സിൻസിയർ ആയിട്ടുള്ള ആ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് കലാം എങ്ങനെയായിരിക്കും മറുപടി കൊടുക്കുന്നത് എന്നോർത്തിട്ട് ഇവരെല്ലാം വളരെ അതിശയത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നോക്കിയത്. ഐ തോട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബ്രേക്കിംഗ് ദ സൈലൻസ് ഐ സെഡ്. അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു. എന്നിട്ട് ആ സൈലൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, മൈ ഡിയർ ഫ്രണ്ട്, you have put the most difficult question among the many questions that I have received from millions and millions of students whom I have met. എൻ്റെ പ്രിയ സുഹൃത്തെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് അതിനുള്ള മറുപടി കൊടുക്കുകയാണ്. ഇത്രയും നാളിനിടയ്ക്ക് ഞാൻ ലക്ഷക്കണക്കിന് കുട്ടികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് ഒരുപാട് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നീ എന്നോട് ചോദിച്ച പോലെ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇന്ന് വരെ എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ. ഞാൻ നിൻ്റെ ചോദ്യത്തിന് വിലമതിക്കുന്നു.
ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. എനിക്കറിയാം നീ പലരുടെയും, അതായത് നമുക്ക് ചുറ്റും കാണുന്ന പലരുടെയും പേടിയാണ് നീ എനിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചത്. ലെറ്റ് മീ റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ ഏൻഷ്യൻറ്റ് പോയം നെയ്മഡ് ഐ വിൽ ഫ്ലൈ. ഞാൻ ഈ സന്ദർഭത്തിൽ നിനക്ക് വേണ്ടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പഴയ പോയം ആലപിക്കട്ടെ. പോയത്തിൻ്റെ പേര് ഐ വിൽ ഫ്ലൈ എന്നാണ്. എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പോയം റിസൈറ്റ് ചെയ്യുകയാണ്. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, I am born with goodness and trust. I am born with ideas and dreams. I am born with greatness. I am born with confidence. I am born with wings. So I am not meant for crawling. I have wings. I will fly. I will fly and fly. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പോയം റിസൈറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ കുട്ടിക്ക് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ പോയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഞാൻ കഴിവുകളാൽ ജനിച്ചവനാണ്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നസ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ ജനിച്ചത് നന്മയോടും വിശ്വാസത്തോടും കൂടിയാണ്. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഞാൻ ആശയങ്ങളും സ്വപ്നങ്ങളുമായി ജനിച്ചവനാണ്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നസ്. മഹാനായാണ് ഞാൻ ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. ചിറകുകളാൽ ജനിക്കപ്പെട്ടവനാണ് ഞാൻ. സോ ഐ ആം നോട്ട് മെൻ ഫോർ ക്രോളിംഗ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ക്രോളിംഗ് എന്ന് വെച്ചാൽ ഇഴയുക എന്നാണ് മീനിങ് കേട്ടോ. എന്തുകൊണ്ടാണ്? ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. പിന്നെന്തിനാണ് ഞാൻ ഇഴഞ്ഞു പോകുന്നത്? അപ്പോൾ എനിക്ക് ചിറകുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഞാൻ തീർച്ചയായിട്ടും പറക്കും, പറന്ന് ഉയരത്തിലേക്ക് പോകും. ആ കുട്ടിയുടെ ചോദ്യത്തിന് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യൂണീക്ക്. ഇനി അദ്ദേഹം ആ ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളെ അഭിസംബോധന ചെയ്യുകയാണ്. യങ് ഫ്രണ്ട്സ്, യുവ കൂട്ടുകാരെ, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യൂണീക്ക്. ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് യുണീക്കായിട്ടിരിക്കാം. അപ്പോൾ ആരെയും ഇമിറ്റേറ്റ് ചെയ്യാതെ നമ്മളെപ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അതായത് നമ്മൾ മറ്റുള്ളവരെ നോക്കി അവരെ പോലെ ആകാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമുക്കെപ്പോഴും അവരിൽ നിന്നും, അതായത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും എന്തായിരിക്കണം, വ്യത്യസ്തരായി തുടരാൻ ശ്രമിക്കുക. അതിനെയാണ് യൂണീക്ക്നെസ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കാതിരിക്കുക. അപ്പോൾ എങ്ങനെ അങ്ങനെ ആകാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. I have so far met 15 million youth in a decade's time. അപ്പോൾ നീണ്ട 10 വർഷത്തിനിടയ്ക്ക് ഞാൻ ഏകദേശം 15 മില്യൺ യുവാക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. I learned every youth wants to be unique, that is you. അപ്പോൾ ഇത്രയും പേരെ കണ്ടുമുട്ടിയതിൽ നിന്നും ഞാൻ പഠിച്ച കാര്യം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ every youth wants to be unique, that is you. അപ്പോൾ എല്ലാ യുവജനങ്ങളും എങ്ങനെയാണ്, അവർ യുണീക്കാകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് നിങ്ങളായി തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ സ്വയം ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും. ബട്ട് ദ വേൾഡ് ഓൾ അറൗണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവരിബഡി എൽസ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള, അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം ശ്രമിക്കുന്ന എന്തിനാ? ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ്. അതായത് രാത്രിയും പകലും ഒക്കെ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് യു ജസ്റ്റ് എവരിബഡി എൽസ്. നിങ്ങളെ മറ്റുള്ളവരെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. എല്ലാവരെയും പോലെ നിങ്ങളും ആകുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇൻ യുവർ ഹോം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കൂ. ഡിയർ യങ് ഫെലോസ്, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പേരൻസ് ടു ബി ലൈക്ക് ദ നെയ്ബേഴ്സ് ചിൽഡ്രൻ ഫോർ സ്കോറിങ് ഗുഡ് മാർക്സ്. സത്യമല്ലേ? അതായത് നമ്മുടെ വീടുകളിലെ തന്നെ അവസ്ഥ എന്താണ്? നമ്മുടെ അയൽപ്പക്കത്തെ കുട്ടികളുമായിട്ട് നമ്മളെ എന്ത് ചെയ്യാണ്, അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടിയില്ലേ, അവനെ പോലെ പഠിക്കൂ എന്നുള്ള രീതിയിൽ നമ്മളെ കമ്പയർ ചെയ്യുകയാണ് കൂടുതൽ പേരൻസും ചെയ്യാറുള്ളത്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ അവനെ കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ അവരെ പോലെ ആകൂ എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ യുണീക്നെസ് കീപ്പ് ചെയ്യാനാണോ നമ്മളെ ലോകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ലോകം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അവനെ കണ്ടുപിടിക്കൂ അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കൂ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ യുണീക്നെസ് ആണ് അവിടെ നഷ്ടമാകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ അവസ്ഥയാണ് പറഞ്ഞത്. വീട്ടിൽ തന്നെ എന്താണ്, നമ്മുടെ പേരൻസ് എങ്ങനെയാണ് നിങ്ങളുടെ അയൽപ്പക്കത്തെ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ യു ഗോ ടു സ്കൂൾ, ഇനി സ്കൂളിലേക്ക് പോയാലുള്ള അവസ്ഥ എന്താ? യുവർ ടീച്ചർ സേസ് വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദ ഫസ്റ്റ് 5 റാങ്കേഴ്സ് ഇൻ ദ ക്ലാസ്. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചർ ചോദിക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ട് നിനക്ക് ക്ലാസ്സിൽ ആദ്യത്തെ 5 റാങ്കേഴ്സിനുള്ളിൽ വന്നൂടാ?
എന്ന് പറയുമ്പോഴും അവിടെ ഒരു കമ്പാരിസൺ ഉണ്ട് അല്ലേ? നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. Wherever you go, people say you have to be somebody else or everybody else. ഇനിയിപ്പോൾ സ്കൂളിലും അല്ല വീട്ടിലും അല്ല, നമ്മൾ എവിടെ പോയാലും ആൾക്കാർ പറയുന്നത് എന്താണ്? നമ്മൾ മറ്റുള്ളവരെ പോലെ ആകൂ, അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ആകൂ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആരും നമ്മളോട് പറയുന്നില്ല നമ്മൾ എന്താണ് യുണീക്കായി തുടരൂ എന്ന് നമ്മളോട് പറയുന്നില്ല. എല്ലാവരും അവരെ കണ്ടുപിടിക്കൂ, ഇവരെ പോലെ ആകൂ, എല്ലാവരെയും പോലെ നീയും ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. Now, dear young friends, how many of you would like to be unique yourself? ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ കുട്ടികളെ, ഹൗ മെനി ഓഫ് യു വുഡ് ലൈക്ക് ടു ബി യുണീക്ക് യുവർ സെൽഫ്? അപ്പോൾ അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുമ്പിലിരുന്ന ഓഡിയൻസിനോട് ചോദിക്കുകയാണ്, പ്രിയ കുട്ടികളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേര് നിങ്ങൾ സ്വയം യുണീക്ക് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? അതായത് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്തുള്ള ലൈഫ് വേണ്ട, നിങ്ങൾ സ്വയം യുണീക്കായി തുടരും എന്ന് ആഗ്രഹിച്ച എത്ര പേര് ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. The challenge, my dear young friends, is that you have to fight the hardest battle which any human being can ever imagine, and never stop fighting until you arrive at your destined place, that is a unique you. സോ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കൊരു വെല്ലുവിളി ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ വിച്ച് എനി ഹ്യൂമൻ ബീങ് ക്യാൻ എവർ ഇമാജിൻ. ഏതൊരു മനുഷ്യനും സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും കഠിനകരമായ ഒരു യുദ്ധം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അൻറ്റിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റിൻഡ് പ്ലേസ്. അതുപോലെ തന്നെ ഈ യുദ്ധം നിങ്ങൾ നിങ്ങളുടെ നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ ആ യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ആ ഡിസ്റ്റൈൻഡ് പ്ലേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ യുണീക്ക് യു. അതായത് നിങ്ങളുടെ യുണീക്കായിട്ടുള്ള നിങ്ങളെ കണ്ടെത്തുന്ന ആ ഒരു സമയം, അതാണ് ഇവിടുത്തെ ഡിസ്റ്റൈൻഡ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫൈറ്റിങ് തുടരുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.